നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോപ്പുലേഷൻ സ്റ്റഡീസ് എന്ന പേപ്പറിലെ 6ാമത്തെ ബ്ലോക്കിലെ 2ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ കൺട്രോൾ ആൻഡ് ഗ്രോത്ത് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് മെഷേഴ്സ് ഓഫ് പോപ്പുലേഷൻ കൺട്രോൾ ആണ് അല്ലേ. അതായത് നമ്മുടെ പ്രകൃതി ദുരന്തങ്ങള്, രോഗങ്ങള് തുടങ്ങിയ പ്രകൃതി പ്രക്രിയകളാൽ ജനസംഖ്യ കുറയുന്നത് ജനസംഖ്യാ നിയന്ത്രണമാണോ? അല്ല, കാരണം അത് പ്രകൃതിയാൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ കൃത്രിമമായിട്ട് ജനസംഖ്യ വളർച്ച നിയന്ത്രിക്കുന്നത് പോപ്പുലേഷൻ കൺട്രോൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇതിന് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഗർഭനിരോധന മാർഗങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രപരമായിട്ടുള്ള ഉദാഹരണമാണ് 1958 കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിൽ കേരള സർക്കാർ കുടുംബ നിയന്ത്രണം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫാമിലി പ്ലാനിംഗ് ബോർഡ് രൂപീകരിച്ചു. മാത്രമല്ല 1971 ഇന്ത്യയിലെ ആദ്യത്തെ ഫാമിലി പ്ലാനിംഗ് മേള എറണാകുളത്ത് നടത്തി. ഇതിൽ ഒരുപാട് സർജറികളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പോപ്പുലേഷൻ സ്റ്റാറ്റസ് ഓഫ് ഇന്ത്യ ആണ് അല്ലെ. അതായത് ഇന്ത്യയിലെ ജനസംഖ്യാവസ്ഥ. ഇതില് 2011 സെൻസസ് എടുത്തതിൽ 121 കോടി ജനങ്ങളാണ് പോപ്പുലേഷൻ ഉണ്ടായിരുന്നത്. 2023 ഏപ്രിലിൽ നമ്മുടെ ചൈനയെ മറികടന്നുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറി. ദെൻ നമ്മുടെ ലോക ഭൂപ്രകൃതിയുടെ അതിൽ 2.4% മാത്രമുള്ള ഇന്ത്യയിലെ ലോക ജനസംഖ്യയുടെ 17.5% പേര് ജീവിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് 1951 36 കോടിയിൽ നിന്ന് 2011 121 കോടിയായിട്ട് മാറി. അപ്പൊ ഇതാണ് ഈ പോപ്പുലേഷൻ സ്റ്റാറ്റസ് ഓഫ് ഇന്ത്യ. ഇനി നമ്മുടെ ഈ ഒരു ജനസംഖ്യ വളർച്ചയെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം നോക്കാം. ക്രൂഡ് ബർത്ത് റേറ്റ്, അതേപോലെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്, ദെൻ കോൺട്രാസ്പെക്റ്റീവ് യൂസ്, ദെൻ സ്പേസിംഗ്, ദെൻ അൺമെറ്റ് നീഡ് ഫോർ ഫാമിലി പ്ലാനിംഗ്. ദെൻ ഇതിന്റെ ഡാറ്റ ട്രെൻഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അൺമെറ്റ് നീഡ് വരുന്നത് 13.9% നിന്ന് 12.9% മാറി. ദെൻ ടീൻ പ്രഗ്നൻസി ആയിട്ടുള്ളത് നമ്മുടെ 16% നിന്നും 7.9 ആയിട്ട് മാറി. ബർത്ത് സ്പേസിംഗ് 42.6% നിന്നും 51.9% മാറി. ഇനി നമുക്ക് നോക്കാനുള്ളത് നെസസിറ്റി ഫോർ പോപ്പുലേഷൻ കൺട്രോൾ. അതായത് എന്തുകൊണ്ടാണ് ജനസംഖ്യാ നിയന്ത്രണം ആവശ്യമാണ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, അൺഎംപ്ലോയ്മെന്റ് എന്ന പ്രശ്നം കാരണമാണ്. കാരണം 2021 5.3 കോടി പേർക്ക് തൊഴിലില്ലായിരുന്നു അല്ലെ. അപ്പൊ ജനസംഖ്യ കൂടുന്നതോടെ എല്ലാവർക്കും ജോലി കൊടുക്കുക എന്നത് ഒരു പ്രയാസമുള്ള കാര്യമല്ലേ. അപ്പം മാത്രമല്ല അവർക്ക് വേണ്ട ഉൽപാദനക്ഷമതയും വേണമല്ലോ. അപ്പൊ ഈ ഒരു ഉൽപാദനക്ഷമത ജനസംഖ്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നു. അപ്പൊ ജനസംഖ്യ കുറവാണ് അല്ലെ. ദെൻ നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ലോ ക്യാപിറ്റൽ ഫോർമേഷൻ ആണ്. അതായത് 14 വയസ്സിന് താഴെയുള്ള ആളുകളുടെ എണ്ണം 35%. അപ്പൊ ഇവര് ഉൽപാദനക്ഷമത ഉള്ള ആളുകളല്ല. ഓക്കെ, ദെൻ മാത്രമല്ല ഇവർക്ക് ലാഭം സമ്പാദ്യമൊക്കെ കുറയുന്നുണ്ട്. സോ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നിക്ഷേപവും കുറയും അല്ലെ, അവിടെ ഇൻവെസ്റ്റ്മെന്റും കുറയും. നെക്സ്റ്റ് പറയുന്നത് പോവേർട്ടി ആണ്. 2018 to 2019 കാലഘട്ടത്തിൽ 80 ദശലക്ഷം പേരും അത്യധികമായിട്ടുള്ള ദാരിദ്ര്യത്തിലായിരുന്നു. കാരണം വിഭവങ്ങൾ കുറയുന്നുണ്ട്, കാരണം നല്ല ജനസംഖ്യയാണ്. ദെൻ അസമത്വം കൂടുന്നു അല്ലെ. അപ്പൊ ഈ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവുമ്പോൾ, ഈ പോവർട്ടി എന്ന പ്രശ്നം ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യ നിയന്ത്രിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് വിലക്കയറ്റമാണ് അഥവാ ഇൻഫ്ലേഷൻ. അതായത് നിർമ്മിക്കുന്ന ആളുകളെക്കാട്ടിലും, അതായത് നമ്മുടെ നിർമ്മാതാക്കളെക്കാട്ടിലും കൂടുതൽ ആശ്രിതരായിട്ടുള്ള ആളുകളാണ് ഉള്ളത് അല്ലെ. അപ്പോ ഇവിടെ വില ഉയരും. അപ്പൊ ആ ഒരു പ്രശ്നം. ദെൻ നമ്മുടെ മെറ്റേണൽ ഹെൽത്ത് ഇഷ്യൂസ്, മാതൃത്വാരോഗ്യ പ്രശ്നങ്ങൾ. അതായത് അനിയന്ത്രിതമായിട്ടുള്ള ഗർഭധാരണം ഉണ്ടാവുമ്പോൾ അത് മാതാവിന്റെ ആരോഗ്യ നഷ്ടത്തിനും ശിശു മരണ നിരക്കിനും കാരണമാകും. ദെൻ നെക്സ്റ്റ് പറയുന്നത് സോഷ്യൽ പ്രോബ്ലംസ് ആണ്. അതായത് സാമൂഹിക പ്രശ്നങ്ങൾ, നമ്മുടെ കുറ്റകൃത്യങ്ങൾ, കുടിയേറ്റം, ഈ മേഖലയുടെ വർധനം, ദെൻ നഗര തിരക്കുകൾ, ദെൻ മലിനീകരണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ജനസംഖ്യാ നിയന്ത്രണ മാർഗങ്ങൾ എന്തെല്ലാമാണ്. പോപ്പുലേഷൻ കൺട്രോൾ മെഷേഴ്സ്. ഇതിലും കുറഞ്ഞ വിവാഹ വയസ്സ്, അതായത് മിനിമം മാരേജ് ഏജ് അല്ലെ, 2019 21 ആയിരുന്നു. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താ പറയാ, നമ്മുടെ നഗരത്തിൽ 14.7%, ഗ്രാമത്തിൽ 27% പേരും 18 വയസ്സിന് മുമ്പ് വിവാഹം കഴിച്ചിരുന്നു അല്ലെ. ഇനി 1978 നോക്കുകയാണെങ്കിൽ പെൺകുട്ടികളുടെ വിവാഹ വയസ്സ് 18 ഉയർത്തി. അപ്പോൾ ഇപ്പോൾ സർക്കാർ 21 മാറ്റിയിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഒരു എന്താ പറയാ, സ്ത്രീ ശാക്തീകരണത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മാത്രമല്ല ഇവിടെ പോഷകക്ഷാമം കുറയുന്നു. ദെൻ പിന്നെ നമ്മളെ MMR-ഉം IMR-ഉം എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്.
നെക്സ്റ്റ് പറയുന്നത് വിദ്യാഭ്യാസം ബോധവൽക്കരണം. അതായത് വിദ്യാഭ്യാസം ഉണ്ടാവുന്ന സമയത്ത് അവിടെ വിവാഹം എന്താവും, ലേറ്റ് ആവും അല്ലെ. അപ്പൊ അവിടെ എന്താ സംഭവിക്കുക, കുറഞ്ഞ ജനസംഖ്യ മാത്രമാണ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് പറയുന്നത് നഗരവൽക്കരണമാണ്. അതായത് നഗരങ്ങളിൽ ജനനിരക്ക് കുറവാണ്. സോ ആരോഗ്യ സൗകര്യം, വിദ്യാഭ്യാസം, തൊഴിലും ഇതൊക്കെ എന്ത് കാരണമാവും, ജനന നിരക്ക് കുറയ്ക്കുന്നു അല്ലെ. നെക്സ്റ്റ് പറയുന്നത് വൈദ്യ വിവാഹം, ലേറ്റ് മാരേജ്. നമ്മൾ പറഞ്ഞു 18ാമത്തെ വയസ്സിൽ വിവാഹം ഉള്ളവരെക്കാട്ടിലും 24 വിവാഹം കഴിക്കുമ്പോൾ അവിടെ ജനനം പറഞ്ഞ 26.4% കുറവ് ജനനം നടക്കുന്നുണ്ട്. സോ ജനനസംഖ്യയുടെ വളർച്ച നേരിട്ട് ഇവിടെ കുറയുന്നു. നെക്സ്റ്റ് പറയുന്നത് നമുക്ക് ഫാമിലി പ്ലാനിങ് വെൽഫെയർ ആണ്. ഇതില് ദമ്പതിമാർക്ക് എത്ര കുട്ടികൾ വേണമെന്ന് അല്ലെങ്കിൽ എപ്പോൾ വേണമെന്ന് പ്ലാൻ ചെയ്യാനുള്ള സഹായമാണ് ഫാമിലി പ്ലാനിങ്. അപ്പൊ ഗർഭനിരോധന മാർഗങ്ങൾ, STI അവയർനെസ് അല്ലെ, അതുപോലെ മാതൃ ശിശു ആരോഗ്യ സംരക്ഷണം എന്നിവയ്ക്ക് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ ഒരു ആവശ്യകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫാമിലി പ്ലാനിങ് ഉണ്ടാവുമ്പോൾ മാത്രമേ നല്ലൊരു ഉത്തരവാദിത്തമായിട്ടുള്ള ഒരു മാതൃ അല്ലെങ്കിൽ പിതൃത്വം അല്ലെ, മാതൃപിതൃത്വം ഉണ്ടാവുന്നുള്ളൂ. മാത്രമല്ല ആരോഗ്യമായിട്ടുള്ള ഒരു സ്പേസിങ് വേണം അമ്മയും കുഞ്ഞും ആരോഗ്യമായിട്ട് നിലനിർത്താനും, അതുപോലെ അനിയന്ത്രിതമായിട്ടുള്ള ഗർഭങ്ങൾ ഒഴിവാക്കാനും ഒക്കെ ഈ ഒരു അവയർനെസ് അല്ലെ, ഫാമിലി പ്ലാനിങ് അതുപോലെ വെൽഫെയർ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ഇതിൽ വരുന്ന ന്യൂ ഇന്റർവെൻഷൻസ്, പുതിയ ഇടപെടലുകൾ വന്നാല് നമ്മുടെ മിഷൻ പരിവാർ വികാസ് 2016 146 ഉയർന്ന ജനനിരക്കുള്ള ജില്ലകളിൽ UP, ബീഹാർ, മധ്യപ്രദേശ് ഒക്കെ ആയിരുന്നു മുന്നിലുണ്ടായിരുന്നത്. നെക്സ്റ്റ് ബാസ്കറ്റ് ഓഫ് ചോയ്സ്, അതുപോലെ നമ്മുടെ എന്താ പറയാ കോമ്പൻസേഷൻ സ്കീമുകളില്, അതായത് നമ്മുടെ സ്റ്റെറിലൈസേഷൻ ചെയ്തവർക്കുള്ള നഷ്ടപരിഹാരങ്ങള്, ഇത്രയും കാര്യമാണ്. അതിൽ കുറച്ച് പോയിന്റ്സ് നമുക്ക് പറയാനുണ്ട്. വാസക്ടോമി ഫോർട്ട്നൈറ്റ്, അതേപോലെ വേൾഡ് പോപ്പുലേഷൻ ഡേ ഒബ്സർവൻസ്, ഗ്യാരണ്ടി സ്പേസിംഗ് സ്കീം, ഹോം ഡെലിവറി ഓഫ് കോൺട്രാസ്പെക്റ്റീവ്, കോപ്പർ ടി അല്ലെ 375, പോസ്റ്റ് പ്രഗ്നൻസി, മീഡിയ ക്യാമ്പയിൻ, ക്ലിനിക്കൽ ഔട്ട്റീച്ച് ടീംസ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ വരുന്ന പുതിയ ഇന്റർവെൻഷൻസ് അല്ലെ. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് വുമൺ ആൻഡ് ഫാമിലി പ്ലാനിങ് ആണ്. അതായത് കുടുംബാസൂത്രണ പദ്ധതികൾ സ്ത്രീകളുടെ ആരോഗ്യത്തെ ഗണ്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. സ്ത്രീകൾക്കുള്ള സമഗ്ര കൗൺസിലിംഗ്, ലൈംഗിക അതേപോലെ പ്രജനനാരോഗ്യ സേവനങ്ങൾ, ഗർഭധാരണ നിയന്ത്രണ വിവരം തുടങ്ങിയ ലഭ്യമാക്കുന്നത് ഇവിടെ പ്രധാന ലക്ഷ്യമാണ്. നെക്സ്റ്റ് പറയുന്നത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യമാവുന്നത്. അതായത് അവരുടെ സ്വന്തം ശരീരത്തെ കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം അല്ലെ, റീപ്രൊഡക്റ്റീവ് ഓട്ടോണമി ഒരു മനുഷ്യാവകാശമാണ്. അപ്പൊ നല്ല ആരോഗ്യ പരിചരണം സ്വതന്ത്രമായി തിരഞ്ഞെടുക്കാനുള്ള അവസരവും സ്ത്രീ ഗൗരവത്തിന്റെയും സ്വയം നിർണയത്തിന്റെയും ഭാഗമാണ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സുരക്ഷിതമല്ലാത്ത ഗർഭധാരണം അല്ലെ, അതൊരു വലിയ പ്രശ്നമാണ്. WHO അവരുടെ റിപ്പോർട്ട് പ്രകാരം 8 മിനിറ്റ് ഒരിക്കൽ ഒരു സ്ത്രീ ഒരു അസുരക്ഷിതമായിട്ടുള്ള ഒരു ഗർഭധാരണമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഗർഭചിത്രമോ മൂലം മരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിൽ 1971 മുതൽ ഗർഭചിത്രം അല്ലെ, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അഥവാ MTP ഇത് നിയമാനുസൃതമാണ്. പക്ഷേ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങൾ സുരക്ഷിത സേവനങ്ങൾ ലഭ്യമാകാത്തത് വലിയൊരു ചാലഞ്ചുമാണ്. ഇനി ജനങ്ങൾ ചെറിയ കുടുംബം ആഗ്രഹിച്ചാലും ഗർഭനിരോധന ഉപകരണങ്ങളുടെ ഉപയോഗം അത്ര അറിയുന്നില്ല. അതുപോലെ ഒരു ഗർഭനിരോധന മാർഗം 100% എന്തെല്ലാം സുരക്ഷിതമല്ല. ഇനി അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സുരക്ഷിതമായ ഗർഭചിത്ര സേവനം അല്ലെങ്കിൽ നമ്മുടെ കോംപ്രഹെൻസീവ് അബോർഷൻ കെയർ എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ഓക്കെ, ഇവിടെ സർക്കാരിന്റെ ലക്ഷ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റേണൽ മോർട്ടാലിറ്റിയാണ്, അഥവാ മാതൃത്വ മരണവും അതുപോലെ നമ്മുടെ മെറ്റേണൽ മോർബിഡിറ്റി മാതൃത്വ രോഗബാധയും എന്ത് ചെയ്യുക, കുറക്കുക എന്നതാണ് സർക്കാരിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. ഇനി നമ്മുടെ കുടുംബാസൂത്രണത്തിന്റെ പുരുഷന്മാരുടെ പങ്ക്, അതിൽ മിക്ക കുടുംബാസൂത്രണ പരിപാടികളും സ്ത്രീകളെയാണ് മുഖ്യ ഉപയോക്താക്കളായിട്ട് കാണുന്നത്. എന്നാൽ ഇവിടെ പുരുഷന്മാരും എന്ത് ചെയ്യണം, പിന്തുണക്കുന്നതായിട്ട് മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ ഇവരെന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുവരണം അല്ലെ. അപ്പൊ ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പുരുഷന്മാരും യുവാക്കളും കുടുംബാസൂത്രണത്തിൽ സമാന പങ്കാളികളായാൽ ഉത്തരവാദിത്വവും റെസ്പോൺസിബിലിറ്റിയും അവിടെ പങ്കുവെക്കും. അപ്പൊ ഇവിടെ ഒരു പുരുഷ ഗർഭനിരോധന മാർഗം വികസിപ്പിക്കാനും ഇവിടെ എന്ത് ചെയ്യും, സഹായിക്കും. നെക്സ്റ്റ് നമുക്ക് പറയാം, അത് പോപ്പുലേഷൻ കൺട്രോൾ ലോ ആണ്. 1970-കളിൽ സർക്കാർ ജനസംഖ്യാ വളർച്ച കുറക്കാൻ വേണ്ടി പല തന്ത്രങ്ങൾ കൊണ്ടുവന്നു. അതിലൊന്നാണ് MTP ആക്ട് 1971. അതായത് നമ്മുടെ ജനസംഖ്യാ നിയന്ത്രണ സന്ദേശമുള്ള പോസ്റ്ററുകൾ, സ്ലോഗനൊക്കെ. ഇതിൽ കുറഞ്ഞ വിവാഹ വയസ്സ് നിശ്ചയിക്കലും ഗർഭനിരോധന ഉപകരണങ്ങളുടെ പ്രചാരണമായിരുന്നു ഈ ഒരു ആക്ടിൽ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് വന്നിട്ടുള്ളൊരു കാര്യമായിരുന്നു പോപ്പുലേഷൻ കൺട്രോൾ ബില്ല് 2019. 2019 രാജ്യസഭയിൽ അവതരിപ്പിച്ച ഒരു കരട് ബില്ലായിരുന്നു ഇത്.
നെക്സ്റ്റ് പറയുന്നത് ഇതിന്റെ ഒരു എയിം എന്ന് പറയുന്നത് 2 കുട്ടികൾക്ക് മേലുള്ള ദമ്പതിമാരെ പ്രോത്സാഹനങ്ങളും വയൊക്കെ എന്ത് ചെയ്യുക, നിരുത്സാഹപ്പെടുത്തുക എന്നതായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ബില്ലിന്റെ പ്രധാന നിർദ്ദേശങ്ങൾ 2-ലധികം കുട്ടികൾ ഉള്ളവർക്ക് പ്രതിബന്ധങ്ങൾ കൊടുക്കുക, അല്ലെ. ദെൻ സർക്കാർ ജോലികൾ, പ്രൊമോഷൻ, ക്ഷേമ പദ്ധതികളിലൊക്കെ ഒരു പ്രതിബന്ധം കൊടുക്കുക. ദെൻ നെക്സ്റ്റ് 2 കുട്ടി നയം, അല്ലെ, പിന്തുടരുന്നവർക്ക് പ്രോത്സാഹനം കൊടുക്കുക, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കൊടുക്കുക, ഹൗസ് ലോണ്, മികച്ച തൊഴിലവസരം, സൗജന്യ ആരോഗ്യ പരിചരണം, നികുതി ഇളവുകളൊക്കെ കൊടുക്കുക. ഈ ഒരു ബില്ല് പിന്നീട് 2022 കൂടെ പിന്നെന്ത് ചെയ്തു, പിൻവലിക്കപ്പെട്ടു കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ സ്റ്റേറ്റ് ലെവൽ പോപ്പുലേഷൻ കൺട്രോൾ ലോ ആണ്. ചില സംസ്ഥാനങ്ങൾ കുടുംബത്തിന്റെ എണ്ണം സർക്കാർ ആനുകൂല്യങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചു. ഇതിൽ ഉത്തർപ്രദേശ് നമുക്ക് നോക്കുകയാണെങ്കിൽ 2021 കരട് നിയമപ്രകാരം 2 കുട്ടികൾ കൂടുതൽ ഉള്ളവർക്ക് സർക്കാർ ജോലി കൊടുക്കൂല, അതുപോലെ പ്രൊമോഷന്, ക്ഷേമ പദ്ധതിയുടെ ആനുകൂല്യം ഇതൊക്കെ എന്ത് ചെയ്യുക, എന്താ പറയാ, ഒഴിവാക്കുക അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക. അതുപോലെ 2 കുട്ടി നയം പാലിക്കുന്ന ആളുകൾക്ക് പ്രോത്സാഹനം കൊടുക്കുക. ഇതായിരുന്നു ഉത്തർപ്രദേശിന്റെ കാര്യത്തിൽ. ഇനി അസം നോക്കുകയാണെങ്കിലും അവർക്ക് ഇതുപോലെ തന്നെ സർക്കാർ ജോലിയും ക്ഷേമ പദ്ധതിയുടെ ആനുകൂല്യം ഒന്നും കൊടുക്കൂല. ഓക്കെ, 2 കുട്ടികൾ കൂടുതൽ ഉള്ളവർക്ക് കേട്ടോ. ഇനി രാജസ്ഥാനിലും അതുപോലെ 2-ൽ കൂടുതൽ കുട്ടികൾ ഉള്ളവർക്ക് സർക്കാർ ജോലി കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ സർക്കാർ ജീവനക്കാരിൽ 2 കുട്ടി നയം പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. ദെൻ നമ്മുടെ മധ്യപ്രദേശിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ 2 കുട്ടി നയം സ്വമേധയെ സ്വീകരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രോത്സാഹനങ്ങളൊക്കെ കൊടുത്തു. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയുന്നത് ഇന്ത്യയിലെ ജനസംഖ്യാ വളർച്ചയുടെ പ്രവണതയാണ് 1900 to 2011 കാലഘട്ടത്തിൽ. ഇതിൽ നമ്മുടെ ഇന്ത്യയുടെ ജനസംഖ്യ 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും വൻ വളർച്ച കണ്ടിട്ടുണ്ട്, അല്ലെ. 1901 ആയപ്പോ ഒരു 238 മില്യൺ ആയിരുന്നു. 2011 ആയപ്പോ 2.21 ബില്യൺ, അതായത് 7 മടങ്ങ് വർധനവ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ജനസംഖ്യ മാറിയത് ബാധിച്ച പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ആരോഗ്യ സേവന മെച്ചപ്പെടുത്തതും അതേപോലെ ജനനവും മരണം എന്നുള്ള നിരക്കുകളും സർക്കാരിന്റെ ജനസംഖ്യാ നിയന്ത്രണ നയങ്ങളുമായിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ജനസംഖ്യാ മാറ്റത്തിന്റെ ഘട്ടമാണ്. ഫസ്റ്റ് ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് 4 ഘട്ടമാണ് കേട്ടോ. അതിൽ ഒന്നാമത്തത് സ്റ്റെഗ്നന്റ് പോപ്പുലേഷൻ ആണ്. മധ്യകാലത്ത് ഉയർന്ന മരണനിരക്ക്, അല്ലെ, കാരണം ഇവിടെ ഭയങ്കര മഹാമാരിയോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ജനസംഖ്യ എന്തായിരിക്കും, കുറവായിരുന്നു. ദെൻ സ്റ്റഡി ഗ്രോത്ത് ഉണ്ട്, അതായത് മരണം അവിടെ എന്ത് ചെയ്തു, കുറഞ്ഞു, എന്നാൽ ജനനം ഉയർന്ന നിലയിൽ തുടരുകയും ചെയ്തു. അപ്പൊ ഇവിടെ 1921 സെൻസസ് പ്രകാരം ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ് എന്നാണ് ഈ ഒരു കാലഘട്ടം അറിയപ്പെടുന്നത്. ദെൻ 3-ാമത്തെ കാലഘട്ടം റാപ്പിഡ് ഗ്രോത്ത് ആണ്, 1951 to 81 കാലഘട്ടം. ഇവിടെ നമ്മുടെ സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ജനസംഖ്യ വേഗത്തിൽ വർദ്ധിച്ചു, ശരാശരി മരണനിരക്ക് കുറയുകയും ജനനം ഉയർന്ന നിലയിൽ തുടരുകയും ചെയ്തു, അല്ലെ. അപ്പൊ ഇവിടെ 1970s നമ്മുടെ കുടുംബാസൂത്രണ ശ്രമങ്ങൾ, അല്ലെ, കൊണ്ടുവന്നു. നെക്സ്റ്റ് പറഞ്ഞത് സ്ലോവിംഗ് ഗ്രോത്ത് ആണ്, അതായത് കുടുംബാസൂത്രണം, സ്ത്രീകളിലെ എന്താ പറയുക നഗരവൽക്കരണം, അതുപോലെ നമ്മുടെ സാമ്പത്തിക വികസനം, ഇതൊക്കെ ജനസംഖ്യ വളർച്ച കുറയാൻ കാരണമാണ്. നെക്സ്റ്റ് ടോട്ടൽ കോർഡിനേറ്റ് റൈഡിറ്റി ഓഫ് ബാർ 1981 4.5 ആയിരുന്നു, എന്നാൽ 2011 ആയപ്പോൾ അത് 2.4 ആയിട്ട് മാറിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ജനസംഖ്യാ സൂചകം ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇതിൽ ജനനിരക്ക്, അതുപോലെ ജനസാന്ദ്രത, അതുപോലെ നമ്മുടെ സെക്സ് റേഷ്യോ, ഫെർട്ടിലിറ്റി, ലിറ്ററസി, ലൈഫ് എക്സ്പെക്ടൻസി, ഏജ് സ്ട്രക്ചർ, ദെൻ റൂറൽ അർബൻ ഡിഫറൻസിയേഷൻ, ഇത്രയും കാര്യമാണ് ഈ ഭാഗത്തുള്ളത്. അപ്പോൾ ഇതിൽ ജനനമരണനിരക്ക് പറയുമ്പോൾ ജനനിരക്കിൽ നമ്മൾ പറയുന്നുണ്ട് 1971 കാലഘട്ടത്തിൽ 36.9 ആയിരുന്നു. 2018 എന്ത് ചെയ്തിട്ടുണ്ട്, 20.0 ആയിട്ടുണ്ട്. ദെൻ ഇവിടെ ഉയർന്ന എന്താ പറയുക ജനനിരക്ക് വരുന്നത് ബീഹാറിലാണ്, കുറഞ്ഞത് ആൻഡമാൻ നിക്കോബാറിലാണ്, അല്ലെ. ഈ മരണനിരക്ക് നോക്കുകയാണെങ്കിൽ 14.9 നിന്നും 6.2 ആയിട്ട് കുറഞ്ഞു, മരണനിരക്ക് കുറഞ്ഞു. ഇനി ജനസാന്ദ്രത നോക്കുകയാണെങ്കിൽ എന്താ പറയാ 1931 267 പെർ സ്ക്വയർ കിലോമീറ്ററിൽ എന്താണ് 267 ആയിരുന്നു. എന്നാൽ 2011 എന്തായിട്ടുണ്ട് 382 ആയിട്ട് മാറിയിട്ടുണ്ട്. ദെൻ സെക്സ് റേഷ്യോ നോക്കുകയാണെങ്കിൽ 2001 933 സ്ത്രീകൾക്ക് 1000 പുരുഷന്മാരും 2011 940 സ്ത്രീകൾക്ക് 1000 പുരുഷന്മാരുമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ 2001 1058, 2011 1048 ആണ്. അപ്പൊ ഏറ്റവും കുറഞ്ഞ സെക്സ് റേഷ്യോ വരുന്നത് 877 നമ്മുടെ ഹരിയാന. ദെൻ ഫെർട്ടിലിറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരള, തമിഴ്നാട്, കർണാടക ഒക്കെ എന്താണ് ഫെർട്ടിലിറ്റിക്ക് താഴെയാണ്, അല്ലെ. ദെൻ ലിറ്ററസി, ഇതിൽ എന്താ പറയാ 2001 64.88 ആയിരുന്നു, 2011 ആയപ്പോൾ 24.04 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതിൽ സ്ത്രീകളുടെ ലിറ്ററസി നോക്കുകയാണെങ്കിൽ 65.46, പുരുഷനത് 82.14 ആണ്. അപ്പൊ ഏറ്റവും ഉയർന്ന
ലിറ്ററസി ഉള്ളത് നമ്മുടെ കേരളത്തിനാണ് 93.91. ഏറ്റവും കുറഞ്ഞ ലിറ്ററസി ഉള്ളത് ബീഹാറാണ് 63.82. ദെൻ ലൈഫ് എക്സ്പെക്ടൻസി വരുന്നത് 2011 പറയുന്നത് 66 വയസ്സാണ്. കേരളം പഞ്ചാബ് 1991 എന്ത് ചെയ്തിട്ടുണ്ട് 65 വയസ്സ് ആയിട്ടുണ്ട്. ദെൻ ഏറ്റവും കുറവ് വരുന്നത് നമ്മുടെ ഉത്തർപ്രദേശ്, ചണ്ഡീഗഡ്, ജാർഖണ്ഡ്, ഗുജറാത്ത്, ആസാം, ബീഹാർ, മധ്യപ്രദേശ്, ഒഡീഷ, രാജസ്ഥാൻ ഒക്കെയാണ്. ദെൻ ഏജ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ 15 to 60 വയസ്സ് വരെയുള്ള ആളുകൾ തൊഴിൽ കഴിവുള്ളവരും 0 to 14 അല്ലെങ്കിൽ 60+ ഉള്ള ആളുകളും എന്താണ് ആശ്രിത ജനസംഖ്യയുള്ള ആളുകളാണ്. അപ്പൊ ഉയർന്ന തൊഴിലാളി ശതമാനം ഉണ്ടാവുമ്പോൾ അവിടെ സാമ്പത്തിക വികസനവും സാധ്യമാകും. ദെൻ ലാസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് റൂറൽ അർബൻ ഡിഫറൻസിയേഷൻ ആണ്. 2011 70% ഗ്രാമം, 30% നഗരങ്ങളിലായിരുന്നു. നഗര ജനസംഖ്യ 13% 30% കൂടിയിട്ടുണ്ട്. നമ്മുടെ മുംബൈ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ 1.64 കോടി ജനങ്ങളും, കൊൽക്കത്തയിൽ 1.33 കോടിയും, ഡൽഹിയിൽ 1.28 കോടിയും. അല്ലെ, ഇതിന്റെ പ്രധാന കാരണം എന്താണ്? മൈഗ്രേഷൻ ആണ്. കാരണം തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മൈഗ്രേഷൻ ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യമാണ് ഇവിടെ മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. ദെൻ ലാസ്റ്റ് പോയിന്റ് കൂടെ പറയാം. ജനസംഖ്യ ഇവിടെ വളരുന്നുണ്ട്, പക്ഷെ ഇവിടെ കുറവായ നിരക്കിലാണ് വളർന്നത്. മാത്രവുമല്ല നമ്മുടെ കുട്ടികളുടെ മരണനിരക്ക് കുറയാ, വായന ലിറ്ററസി ഒക്കെ കൂടുക പറയുമ്പോൾ അവിടെ പോസിറ്റീവ് ജനസംഖ്യ പ്രവണതയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മുടെ സമ്പത്ത് വിതരണം, സാങ്കേതികത, ശക്തമായ സർക്കാർ, സാമൂഹ്യ സ്ഥിരത, ഇതൊക്കെ എന്തൊരു കാരണവും മനുഷ്യക്ഷേമത്തിനുള്ള ഒരു ഹോപ്പായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് പോയിന്റ് ചെയ്യാം.